ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഈ ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കാത്തതായിട്ട് നമ്മുടെ മലയാളികളായിട്ട് ആരും ഉണ്ടാകില്ല. കാരണം അത്രയ്ക്കും ക്രൈസ്തവ കൈരളിയിൽ തന്നെയല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു ഗാനമാണിത്. ഈ ഗാനം രചിച്ചതാരാണ്, ഈ ഗാനം ആരുടേതാണെന്ന് പോലും ആർക്കും അറിയില്ല. ആരാണ് ഈ ഗാനം എഴുതിയതെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ അത് നമ്മുടെ കോട്ടയത്തുള്ള ആലീസ് ജേക്കബ് എന്ന് പറയുന്ന ഒരു അമ്മയാണെന്ന് നമുക്ക് മനസ്സിലായി. കഞ്ഞിക്കുഴിയിലാണ് അവർ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ആ അമ്മയുടെ ഇരിക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കും. ഇത്ര ഒരു മനോഹരമായ ഒരു ഗാനം എഴുതിയത് 1985 അറിയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരണങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പച്ചനവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാണ്ട് ഹലോ, ആ അമ്മയുടെ വീട് അപ്പച്ചൻ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അകത്തുണ്ട്, എന്നോട് കയറിച്ചെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു വീട് ചെറുതൊരെണ്ണം പണിയുന്നുണ്ട്. ഇതൊരു വാടക വീടാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയെ കാണാം, വിശേഷങ്ങളൊക്കെ തിരക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക എന്ന ഈ മനോഹരമായ ഗാനം പിറന്നിട്ട് 34 വർഷം പിന്നിടുകയാണ്. 1985 കോട്ടയം കഞ്ഞിക്കുഴി കാച്ചുവേലിക്കുളിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ TS ജോസഫ് യെശയ്യായുടെ പ്രവാചകന്റെ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നടത്തുകയും ആ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഈ പ്രിയ മാതാവ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അന്ന് പ്രസംഗവേദിയിലിരുന്ന് അപ്പോൾ തന്നെ ഈ ഗാനം മനസ്സിൽ എഴുതുകയായിരുന്നു. പിന്നീട് അത് ഒരു ഗ്രന്ഥത്തിലേക്ക് മാറ്റപ്പെട്ടു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വിവരണങ്ങളും നമുക്ക് ഈ അമ്മയോട് തന്നെ ചോദിച്ചറിയാം. ഈ ഒരു ഗാനം എഴുതാനുണ്ടായ, മനസ്സിലേക്ക് തോന്നിയ വരികളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ഞങ്ങളുടെ പാസ്റ്റർ 7 ദിവസം ഉപവാസമായിരുന്നു. ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം 2-ാമത്തെ ദിവസം യെശയ്യാപ്രവാചകൻ 1-ാം അധ്യായം പ്രസംഗം തുടങ്ങിയത്. അപ്പം ഞാൻ പിന്നെ ആത്മാവിലായി പ്രസംഗം തുടങ്ങിയ ഒപ്പം തന്നെ പാട്ട് പാടുമായിരുന്നു. ആ പാട്ട് പാടി, അത് പ്രസംഗം മുഴുവൻ പുള്ളിക്കാരൻ പാസ്റ്റർ പറഞ്ഞില്ല. അതിന് മുമ്പേ ഞാൻ ഇതെല്ലാം പാടി. ആ പ്രസംഗത്തിൽ കേട്ട വരികളാണോ, പ്രസംഗത്തിൽ കേട്ട ആശയമാണോ ഈ വരികൾ? ഈ പാട്ട് ഇത്രയും പോപ്പുലറായി, ഇത്രയും പേരിലേക്ക്, ഈ ലോകം മുഴുക്കെയുള്ള മലയാളികളെ കേൾക്കുന്ന രീതിയിലേക്ക് ഈ പാട്ട് ഭയങ്കര ഒരു ഹിറ്റായി പോയി. അതിന്റെ എന്തെങ്കിലും പ്രതിഫലമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതുവരെയും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടിയിട്ടുണ്ട്. അത് എബ്രിയൻ ക്രൂസൈഡിലെ ഡയറക്ടർ സാംസി ശമുവൽ, അദ്ദേഹത്തിൻ്റെ എബ്രിയൻ ക്രൂസൈഡിലാണ് അന്ന് വീട്ടുകാർക്ക് ജോലി ചെയ്യുന്നത്. അപ്പം അദ്ദേഹം അമേരിക്കയ്ക്കൊക്കെ കടന്നു പോയപ്പോൾ ഈ പാട്ട് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് അവിടെ പാടി. അങ്ങനെ വന്നപ്പോൾ ഇത് ഞങ്ങളുടെ സഹോദരി എഴുതിയതാണ്, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ എഴുതിയ പാട്ടാണ് എന്നും പറഞ്ഞ് ഒരു ചെറിയ എമൗണ്ട്, അതായത് 1992 ചെറിയൊരു തുക അന്ന് അവരുടെ ഒരു സന്തോഷത്തിന്, അതല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പാട്ട് സോഷ്യൽ മീഡിയയിലാണ്, യൂട്യൂബിലാണെങ്കിൽ ശരി, എല്ലായിടത്തും ഈ ഒരു ഗാനം നല്ല പോപ്പുലറാണ്. അപ്പം ഏതൊരു സംഭവം പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒത്തിരി പേര് അതിൻ്റെ ഓണർഷിപ്പ് പറയാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞായിരുന്നോ?
പലരും ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങളാണ് എഴുതി പറയാറുണ്ടോ എന്നും പറഞ്ഞ് ഓരോ ഈ പാരാമൺ കൺവെൻഷനിലൊക്കെ ഓരോ ലിസ്റ്റ് ഓരോ വ്യക്തിയുടെ ലിസ്റ്റിൻ്റെ അകത്ത് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളെങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങൾ ആ പേപ്പർ കണ്ടു. അന്നപ്പോൾ ഈ ഒരു നമ്മുടെ ഗാനം ഇതിൽ ചേർത്തിരിക്കുന്നു അല്ലേ? ചേർത്തിരിക്കുന്നു. അദ്ദേഹം എഴുതിയതായിട്ട് ഇങ്ങനെ വന്നു. ഞങ്ങൾ അതിനെ പ്രതികരിക്കാൻ പോയില്ല. കാരണം സത്യം എപ്പോഴായാലും പുറത്തു വരും. അതെ അതെ തീർച്ചയായും. മറ്റവരുടെ അവകാശത്തെ പിടിച്ചു പറ്റുക എന്നുള്ളത് അതെ ദൈവമക്കൾക്ക് പറ്റിയതല്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ മിണ്ടിയില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. ഉറപ്പായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഇപ്പോൾ ഞാൻ കോട്ടയംകാരൻ എന്നുള്ളൊരു പേജാണ് ഇത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സത്യം, നിങ്ങൾ പറഞ്ഞൊരു സത്യമായിട്ടുള്ള വാക്യം ഞങ്ങൾ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ലോകത്തിന് വെളിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗാനം ആകാശമേ കേൾക്കാന്നുള്ള ആ പാട്ട് അമ്മയുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒരു 2 വരി പാടാൻ പറ്റുമോ? പാടാം. ആ. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാളവൻ്റെ ഉടയവനെ, കഴുതവൻ്റെ യജമാനൻ്റെ, പുഴുത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. കാളവൻ്റെ ഉടയവനെ, കഴുതവൻ്റെ യജമാനൻ്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നതിനെക്കാട്ടിലും വലിയൊരു ആത്മീയ നമുക്കെല്ലാം മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഫീൽ. അമ്മ അത് പാടുമ്പോൾ ആ മുഖത്തുനിന്ന് അത് മനസ്സിലാകുന്നുണ്ട്. ആരൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും അതിൻ്റെ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാധു അമ്മയാണ് ഇത് എഴുതിയത്. അപ്പോൾ അതിനുള്ള ഒരു പരിഗണന ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇപ്പം ഇത് വാടക വീടാണ്. അതെ അല്ലേ? 2 വർഷമായിട്ട് വാടക വീട്ടിൽ തന്നെയാണല്ലേ? ഈ നവംബർ ആകുമ്പോഴത്തേന് 2 വർഷം തികയുക. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മാറി കൊടുക്കേണ്ട ആവശ്യമാണ്. അവർ വീട് വിൽക്കാനായിട്ട് ഇട്ടേക്കുവാണ്. അപ്പം അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട് ഇപ്പം നിലവിൽ പണിയുന്ന വീട് ഉടനെ തന്നെ തീരണം അല്ലേ? 23-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇറങ്ങണം. ഈ വരുന്ന 23-ാം തീയതി ഇറങ്ങണോ? അപ്പോൾ നമ്മുടെ ഈ വീട് ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായോ? ആണോ? ദൈവകൃപയാല് ചർച്ചിലൊക്കെ ഓരോ മെമ്പേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്താണ്. നമ്മുടെ അവസ്ഥ അറിയാവുന്നത് കാരണം ഹെൽപ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? അച്ഛനാണെങ്കിൽ ഹാർട്ടിന്റെ വാൽവിന്റെ ലീക്ക് സംബന്ധമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചെസ്റ്റിന് ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൂടാതെ അമ്മയ്ക്ക് നട്ടിലെ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി. അപ്പം അത് ബ്രെയിൻ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പം അതിന് മരുന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉടനെ ഒരു MRI സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനൊരു സർജറിക്ക് വിധേയമായ ആളാണ്. ഇപ്പോഴും ഓരോരോ പ്രോബ്ലം അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം മരുന്നിൽ ഞങ്ങൾ 3 പേരും ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവകൃപയാലാണ് നിലനിൽക്കുന്നത് തന്നെ. ഞാൻ ഇത്രയും ഒരു വേദനകൾ പറയുമ്പോഴും ഞാൻ അപ്പച്ചൻ്റെയും മോളുടെയും മുഖത്ത് എപ്പോഴും ഒരു ചിരി കാണുന്നുണ്ട്. അത് ആ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത ഞങ്ങളിത് കൊടുക്കാം. ഉറപ്പായിട്ടും കോട്ടയംകാരൻ എന്ന് പറയുന്ന ഒരു പേജ് ഇത് ചെയ്യാൻ ഒരു ഭാഗ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. വേറെ അമ്മയ്ക്ക് എന്തെങ്കിലും വേറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടോ?
സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ എങ്ങനെ എവിടെയായിരുന്നു? പഠിത്തമൊന്നുമില്ല, 4ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. 5ാം ക്ലാസ് ആ 5ാം ക്ലാസ് 5 മാസം താനേ ഉള്ളൂ. ആ മതി. എന്നാൽ തന്നെ ഇത്രയും ലോകം അറിയുന്നൊരു പാട്ടിൻ്റെ സൃഷ്ടാവല്ലേ. അപ്പം ഇതാണ് ആ പുസ്തകം അല്ലേ? അതെ, പുസ്തകം കാണിച്ചു. കൈ അല്ല, വില കുഴപ്പമില്ല. 1 രൂപയാ. ഇതിൻ്റെ വില 1 രൂപയാണ്. ആ ഇപ്പം ഈ ഒരു പുസ്തകം മാത്രമാണ് നമുക്കൊരു അവകാശമായിട്ട് ഇരിക്കുന്നതല്ലേ? അത് ഞങ്ങൾ അന്ന് മുതൽ ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ഞങ്ങളുടെ മനസ്സിൽ വലിയ വേദനയുണ്ട്. കാരണം പലരും ഒരു ലിസ്റ്റും പ്രകാരം ഇന്ന പാട്ട് ഇന്ന ആൾ രചിച്ചതെന്നും പറഞ്ഞ് ലിസ്റ്റും പ്രകാരം. അപ്പം ഈ മാസികയിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ എന്ത് പേരിലാണ് അമ്മയുടെ പേര് കൊടുത്തിരിക്കുന്നത്? എന്ത്? ആ PM ആലീസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് അന്ന് എഴുതിയല്ലേ? ആ ശരി ശരി. നിങ്ങൾ ഇപ്പോൾ അവരുടെ എന്താ പറയുക കഥകൾ കേട്ടല്ലോ. എൻ്റെ മനസ്സിൽ നല്ലൊരു വേദനയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമാണ്. ഇപ്പോൾ ഈ താമസിക്കുന്ന വീട് വാടക വീടാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ കോൺടാക്റ്റ് നമ്പരും അക്കൗണ്ട് നമ്പരും എല്ലാം ഞാൻ ഇപ്പോൾ ഇവിടുന്ന് മേടിച്ച് തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഞാൻ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ട് നമ്പറിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അത് ചേർക്കാം. അപ്പോൾ അപ്പച്ചൻ പറയുന്നത് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു കാര്യം നമ്മൾ ചെയ്തത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഈ പാട്ടിനെ കുറിച്ച് ഒന്നും ലോകം അറിയപ്പെടാതെ ഇരുന്നപ്പോൾ ഇങ്ങനൊരു പ്രസിദ്ധീകരണത്തിനായിട്ട് തുനിഞ്ഞതിൽ അതിയായ സന്തോഷവും ഞങ്ങൾക്ക് ഒരു ആത്മീയ സംതൃപ്തി ഇതിനോടനുബന്ധിച്ചുണ്ട്. അത് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താൽ മതി. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ചിലപ്പോൾ കുറച്ചൊരു 100 പേരേ ഉള്ളൂ കണ്ടുള്ളൂ. ആ 100 പേരിൽ ഒരു 2 പേർക്ക് ഒരു നല്ല മനസ്സ് തോന്നിയെങ്കിൽ അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിലിരുന്ന് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഈ അമ്മ പാട്ട് അറിഞ്ഞ പോലെ തന്നെ ഈ അമ്മയെ ലോകം അറിയണം. അതാണ് ഒരാഗ്രഹം എൻ്റെ. അപ്പം തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതിനായിട്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സത്യം പറഞ്ഞാൽ കോട്ടയംകാരൻ ഈ പാട്ടിൻ്റെ രചയിതാവിനെ മാത്രം ഒന്ന് കാണുക, പരിചയപ്പെടുക, അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് അമ്മയായിട്ട് സംസാരിച്ച് ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർ ഒരുപാട് സങ്കടങ്ങളിലാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു ഇതിലേക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിലേക്ക് ചേർത്തേക്കാം. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇപ്പം നല്ല ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്കൊരു വീട് പണിയണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരോ ഇച്ചിരി സ്ഥലം കൊടുത്ത് അവിടെ ഒരു ചെറിയ വീടൊക്കെ വെക്കാനുള്ളൊരിതാണ്. ഇപ്പം നിലവിൽ താമസിക്കുന്ന വാടക വീടാണ്. ഇപ്പോൾ അതിപ്പോൾ ഉടനെ തന്നെ മാറിക്കൊടുക്കണം. ആ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവർക്ക് കിട്ടുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമാവും. അപ്പം എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒന്നുകൂടെ പറയാണ്, അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ കോട്ടയംകാരൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും, കോട്ടയത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും കമൻ്റായിട്ട് തന്നെ ഇടുക. അത് 4 ആൾക്കാർ കാണുന്ന രീതിയിൽ തന്നെ ഇടുക. പിന്നെ എന്താണേലും നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അതിന് വീഡിയോയ്ക്ക് താഴെ ഇടുക. കാര്യം അത് എന്നെപ്പോലുള്ള ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് പ്രചോദനമാവും. അപ്പോൾ തീർച്ചയായും മനസ്സ് നിറഞ്ഞാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. മനസ്സ് നിറഞ്ഞ് നിങ്ങളിന്ന് സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.